പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന വിശ്വവിഖ്യാതമായ സിനിമയിൽ യേശു ക്രിസ്തുവായി വേഷമിട്ട ജിം കവിസൽ എന്ന നടന് ചിത്രീകരണ വേളയിലും തുടർന്നും സമാനതകളില്ലാത്ത വേദനകളിൽ കൂടെയും മുറിവുകളിൽ കൂടെയും സഹനങ്ങളിൽ കൂടെയും രോഗങ്ങളിൽ കൂടെയും കടന്നു പോകേണ്ടതായി വന്നു. ഈ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ജിം കവിസലുണ്ടായ അനുഭവമാണ് നാം ഇപ്പോൾ എൻ്റെയും റിവൈവൽ TV എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ കേൾക്കുവാനായിട്ട് പോകുന്നത്. 2014 ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെട്ട പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ലോകമെമ്പാടുമുള്ള ജനത ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി. തികച്ചും മതപരമായ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഏറ്റെടുക്കുവാൻ ഒരു നിർമ്മാണ കമ്പനിയും തയ്യാറാകാതിരുന്നതിനാൽ മെൽ ഗിബ്സൺ എന്ന സംവിധായകൻ സ്വന്തം കയ്യിൽ നിന്ന് $30 മില്യൺ എടുത്ത് ചിത്രീകരണം തുടങ്ങിയപ്പോൾ ആ ചിത്രം നേടിയെടുത്തത് $611 മില്യൺ. യേശു ക്രിസ്തുവായി മാറുവാൻ ജിം കവിസൽ എന്ന നടൻ കടന്നുപോയ വഴികൾ. ചിത്രീകരണത്തിനായി ജിം കവിസൽ എന്ന നടന് മേക്കപ്പ് ആരംഭിക്കുന്നത് അതിരാവിലെ 2 മണിക്കായിരുന്നു. ആ തയ്യാറെടുപ്പുകൾ 8 മണിക്കൂർ നീണ്ട് രാവിലെ 10 മണി വരെ ആകാറുണ്ടായിരുന്നു. ചിത്രീകരണത്തിനായിട്ട് 68 കിലോ ഭാരമുള്ള കുരിശും ഏന്തിക്കൊണ്ടാണ് ജിം കവിസൽ എന്ന നടൻ കാൽവറിയിലേക്ക് നടന്നു പോയത്. ഇത് ഒരു തവണയല്ല, പല തവണ ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. ചിത്രീകരണത്തിന്റെ സ്വാഭാവികത നിലനിർത്തുവാൻ സിനിമയിൽ ഉപയോഗിച്ചിരുന്ന ചാട്ടവാറും മുൾക്കിരീടവും ഒക്കെ യാഥാർത്ഥ്യത്തിലുള്ളതായിരുന്നു. ചാട്ടവാറിന്റെ അടി ചിത്രീകരിക്കുന്ന വേളയിൽ 2 തവണ ജിം കവിസലിന്റെ ദേഹത്ത് ചാട്ടവാറിന്റെ അടി കൊള്ളുവാനായിട്ട് ഇടയായി. ക്രൂശിക്കുന്ന രംഗം ചിത്രീകരിക്കുവാൻ വേണ്ടി കുരിശിൽ കിടക്കേണ്ടി വന്നത് 5 ആഴ്ചകളായിരുന്നു. കൊടും ശൈത്യാവസ്ഥയിൽ അല്പവസ്ത്രധാരിയായി കുരിശിൽ കിടന്നത് മൂലം അദ്ദേഹത്തിന് ന്യൂമോണിയയും ഹൈപ്പോതെർമിയയും പിടിപെട്ടു. കാൽവറി രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ ജിം കവിസൽ അവശനായപ്പോൾ ഡോക്ടർ സംവിധായകനോട് പറഞ്ഞു, ഈ അവസ്ഥ തുടർന്നാൽ അദ്ദേഹത്തിന് മരണം ഉറപ്പാണ്. കഠിനമായ ശാരീരിക ക്ലേശങ്ങൾ ഏറ്റത് മൂലം 20 കിലോയാണ് അദ്ദേഹത്തിൻ്റെത് കുറഞ്ഞത്. ക്രൂശീകരണ വേളയിൽ ക്രൂശിൽ നിന്ന് ഒരു തവണ വീണ് അദ്ദേഹത്തിന്റെ തോളലുകൾ തെന്നിമാറി. ചിത്രീകരണ വേളയിൽ 3 തവണ ഇടിമിന്നലേറ്റ അദ്ദേഹത്തിന് ഒരു തവണ മുടിയിൽ തീ പിടിക്കുകയും ചെയ്തു. ചിത്രീകരണത്തിന്റെ അവസാന ദിവസങ്ങൾ എത്തിയപ്പോഴേക്കും തുടർച്ചയായി ഏൽക്കേണ്ടി വന്ന പീഡനം മൂലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നീല നിറം കാണപ്പെട്ടു. മറ്റൊരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ചിത്രീകരണ സമയത്തെ ക്ലേശവും ശരീരത്തിനേറ്റ ആഘാതവും മൂലം ചിത്രീകരണത്തിന് ശേഷം ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതായി വന്നു. സിനിമ ഷൂട്ടിംഗ് ദിനങ്ങളെ ഒരു ധ്യാനമായാണ് അദ്ദേഹം കാണുന്നത്. സിനിമയിൽ യൂദാസിന്റെ വേഷമിട്ട ലൂക്ക ലാനല്ലോ എന്ന നടൻ സിനിമ ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഒരു നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹം ഒരു വിശ്വാസിയായി മാറി. ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു തന്റെ അവസാനത്തുള്ള ചോര പോലും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു കൊടുത്തത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ തയ്യാറാണോ? ക്രിസ്തുവിന്റെ പാതയിൽ നമുക്ക് മുൻപോട്ട് പോകാം. അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.